കോഴിക്കോട് ടൗണിൽ ഇന്നലെ ഒരു വലിയ തീപിടുത്തം ഉണ്ടായ കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഞാൻ ആഴ്ചയിൽ 5 ദിവസം കോഴിക്കോട് വിസിറ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇന്നെനിക്ക് വിസിറ്റ് ചെയ്യുമ്പോൾ വളരെ സങ്കടം തോന്നി. കാരണം ഇന്നലെ ഈ ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത്രത്തോളൊരു വലിയൊരു തീപിടുത്തം ഇവിടെ ഉണ്ടായെന്ന് ഇത്ര വലിയൊരു ആഘാതം ഉണ്ടായെന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഇന്ന് കണ്ടപ്പോൾ ശരിക്കും പറയാൻ ഭയങ്കര വിഷമം തോന്നി. അപ്പോൾ അങ്ങോട്ടേക്കൊന്നും കടത്തി വിടാതെ പോലീസ് ഇവിടെ ഇങ്ങനെ കവർ ചെയ്ത് വെച്ചിട്ടാണുള്ളത്. ശരിക്കും ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥ വരുമെന്ന് വിചാരിച്ചല്ല. ഇന്നാണെങ്കിൽ ഇവിടെ എല്ലാ ദിവസത്തു നിന്നും വ്യത്യസ്തമായിട്ട് ന്യൂസ് ചാനലുകാരും പോലീസുകാരും ഒക്കെ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച കൂടെ താഴെയുള്ള ആ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടേ ഉണ്ടായിരുന്നു. അന്നൊന്നും കരുതിയില്ല ഇങ്ങനൊരു ദുരന്തം കോഴിക്കോട് സംഭവിക്കുന്നത്. ആളപായങ്ങളൊന്നും ഇല്ലെങ്കിലും 10-75 കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് പലരിലൂടെ അറിയാൻ കഴിഞ്ഞത്. ശരിക്കും വളരെ സങ്കടം തോന്നി. ഇത്ര വലിയൊരു ഒരു ഏകദേശം ഒരു 100 മീറ്ററോളം തന്നെ കത്തി നശിച്ചിട്ടുണ്ടെന്നാണ് കണ്ടിട്ട് മനസ്സിലാകുന്നത്. ഇത് കെടുത്താൻ വേണ്ടി കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്ന് വരെ ഫയർഫോഴ്സ് വന്നിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു.